Hey guys, welcome back to my channel Kingdom of the Planet of the Apes. Yeah, I watched the film. Uh, ഇത് ഇതിന്റെ പ്രീവിയസ് മൂവി നമ്മൾ കണ്ടിട്ടുണ്ട്. വാർ ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്. അതിലെ ലാസ്റ്റ് സീസർ മരിക്കുകയാണ്. അപ്പം സീസർ മരിച്ചു കഴിഞ്ഞിട്ടുള്ള അവസാനം എന്തായിരിക്കും? വിച്ച് മീൻസ് വാട്ട് ഹാപ്പൻ നൗ ഈസ് ഹ്യൂമൻ വിൽ ഡിക്രീസ് ആൻഡ് this will increase, apes will increase. ഇതാണ് the main topic. പടത്തിന്റെ ഡയറക്ടർ ഇസ് വെസ് ബോൾ. മെയ്സ് റണ്ണറിലെ ഡയറക്ടറാണ്. പിന്നെ മ്യൂസിക് ജോൺ പൈസാനോ. മ്യൂസിക്കിൽ ഞാൻ ഒട്ടും കൺവിൻസ്ഡ് അല്ല. എനിക്ക് മ്യൂസിക് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. പക്ഷേ VFX വിഷ്വൽസ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് ആക്ച്വലി പുതിയൊരു തുടക്കമാണ്. നമ്മൾ വാർ ഓഫ് ദി പ്ലാനറ്റും അതിന് മുന്നത്തെ ഒന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് ഇത് കാണാൻ വരരുത് ഒരിക്കലും. പോകരുത്. നിങ്ങൾ കുറേ ഡിസപ്പോയിൻ്റ് ആവേണ്ടതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഒരു തുടക്കം ആയിട്ട് ഈ പടം കാണാൻ പോവുകയാണെങ്കിൽ ഓക്കെ, യു വിൽ ബി അഡ്ജസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിൻ്റെ അടുത്ത പാർട്ട് തീരുമാനിക്കും എങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യം. പക്ഷേ വിഷ്വൽസ് അടിപൊളി, സൗണ്ട് എഫക്ട്സ് ഒക്കെ ഒരു രക്ഷയില്ല, പക്ക സൗണ്ട് എഫക്ട്സും പിന്നെ ആ ഒരു സംസാരിക്കുന്ന എബിലിറ്റീസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. കുറേ രസമുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഫൺ എലമെന്റ്സ് ഒന്നും അങ്ങനെ ഇല്ല. പക്ഷേ ആക്ഷൻ സീക്വൻസ് ആയാലും അത്യാവശ്യം അവിടെ ആക്ഷൻ സീക്വൻസ് നല്ലോണം വന്നിട്ടുണ്ട്, വർക്കൗട്ട് ആയിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇമോഷൻസ് അങ്ങനെ അത്രയ്ക്കൊട്ടൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. ആക്ച്വലി ഇമോഷൻസ് ആണ് ഏപ്സിന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കാര്യം. നമുക്ക് റൈസ് ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് മുതൽ കിട്ടുന്ന ഒരു ഇമോഷൻസ് ഉണ്ട്, ആ ഒരു സംഭവം അത് നമുക്ക് ഇതിൽ വളരെ കുറവാണ് കിട്ടുന്നത്. പിന്നെ ഇതിൽ ഹ്യൂമണായിട്ട് സംസാരിക്കുന്ന ഒരു ഹ്യൂമൺ, ഒരു പെണ്ണ്, അങ്ങോട്ട് ഇതിൽ കണ്ട ആ പെണ്ണ് മാത്രമുള്ള അവളാണ് ആക്ച്വലി ഈ പടം കൂടുതൽ റൺ ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം അത് കൂടുതൽ ഞാൻ സ്റ്റോറിയിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഉറപ്പായിട്ടും. പക്ഷേ ഞാൻ ഒരു വാർ ഓഫ് ദി പ്ലാനറ്റ് എപ്പിസോഡിനും പ്രതീക്ഷയാണ് ഞാൻ ചെന്നിരുന്നത്. പക്ഷേ അറിയാലോ, നമുക്ക് അതിൽ സീസർ മരിക്കുകയാണ് ചെയ്യണം മുന്നത്തെ പ്രീവിയസിൽ. അങ്ങനെ സീസർ മരിച്ചിട്ട് അടുത്ത വർഷങ്ങൾക്ക് ശേഷം എന്താകും എന്നുള്ളതാണ് ഇപ്പം ഈ സ്റ്റോറി ഈ കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ഏപ്സിൽ കാണിക്കുന്നത്. ബട്ട് ഐ എം ലിറ്റിൽ ബിറ്റ് ഡിസപ്പോയിന്റഡ്, അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഓക്കെയാണ്. അങ്ങനെ കൂറ പടവും വെറുത്തിട്ടൊന്നും അല്ലാതെ ഞാൻ പറയില്ല. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള എല്ലാ സംഭവവും അതിനകത്തുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് അത്യാവശ്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഓവറായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. യു മേ ബി ലൈക്ക് ദ മൂവി ഫോർ ഷുവർ. ഐ തിങ്ക് ഇറ്റ്സ് അപ്പോൺ ടു യു. അപ്പോൾ എന്തായാലും മൂവി അതിന് ഡിസപ്പോയിൻറ്റഡ് ഒന്നും അല്ല, ഓക്കെ, കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഹാഫ് ഞാൻ കുറേ പ്രതീക്ഷിച്ചു, അടിപൊളിയായിരുന്നു. ആ ഇൻ്റർവെല്ലൊക്കെ അടിപൊളി സീനായിരുന്നു. പക്ഷെ ആ ഇൻ്റർവെല്ല് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള അത് ഡിഫറൻസ്, പിന്നെ ഇങ്ങനെയാണ് സിറ്റുവേഷൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ ഓക്കെ, കുറച്ച് ഡൗൺ ആയെങ്കിലും ഓക്കെ, കുഴപ്പമില്ലാത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ അടുത്ത ഇറങ്ങുന്ന സീക്വൻസ് ആയിരിക്കും മേ ബി ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഈ ഏപ്സിൻ്റെ ഇതിൽ. മേ ബി എനിവേ ഇറ്റ്സ് വൺ ടൈം വാച്ചബിൾ മൂവി ഫോർ മീ. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ, ബൈ.